കുറച്ച് കൂട്ടുകാർ പറയുന്നത് വേറെ ആരെങ്കിലും പിടിക്കുന്ന മീനിനെ കാണിച്ചിട്ട് അതിൻ്റെ ക്രെഡിറ്റാണ് ഞാൻ വാങ്ങുന്നതെന്ന്, അതിൻ്റെ വീഡിയോ ആണ് നമ്മുടെ കൂട്ടുകാരെ കാണിക്കുന്നതെന്നാണ് കുറച്ച് ആൾക്കാർ പറയുന്നത്. യഥാർത്ഥത്തിൽ മറ്റുള്ള ആൾക്കാർ പിടിക്കുന്ന മീനിൻ്റെ ആ ഒരു ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും എനിക്ക് വേണ്ട. എനിക്ക് അത്യാവശ്യം നമ്മുടെ കര സൈഡിലൊക്കെ നിന്നിട്ട് മീൻ പിടിക്കാൻ അറിയാം കേട്ടോ. ഇന്ന് ഡിസംബർ 4-ാം തീയതിയാണ്, നോക്കിക്കോളണേ. ഡിസംബർ 4 സമയം 8:37 ആയിട്ടുണ്ട് കേട്ടോ. ഇന്ന് എനിക്കൊരു 3 മീൻ കിട്ടിയിട്ടുണ്ട്. കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഷർട്ടുകൾ ഒരേ തരത്തിലുള്ള ഷർട്ടുകളായിരിക്കും. ചിലപ്പോൾ ആ ഡിസൈനും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മുടെ കൂട്ടുകാർ വിചാരിക്കും പഴയ വീഡിയോസാണ് ഞാൻ എടുത്തിടുന്നതെന്ന് വിചാരിക്കും കേട്ടോ. എന്നാൽ ഇന്ന് 4-ാം തീയതി എനിക്ക് കിട്ടിയ മീൻ എൻ്റെ വണ്ടി കിടപ്പുണ്ട്. ഞാൻ കാണിച്ചു തരാം നമ്മുടെ കൂട്ടുകാർക്ക്, ഒന്ന് കണ്ടു നോക്കണേ. കണ്ടോ, കാണുന്നുണ്ടോ? ഈ മീന് നമ്മൾ ഇന്നാൾ കാണിച്ച മീനാണ്, വെള്ള പൈന്തി. ഇതാ ഇത് രണ്ടും ഹമൂറാണ് കേട്ടോ. ചെറിയ സൈസ് ഹമൂറാണ്, നമുക്ക് അന്ന് കിട്ടിയതുപോലെയല്ല, ചെറിയ സൈസ് ഹമൂറാണ് കേട്ടോ. ഇത് രണ്ടും കാണുന്നുണ്ട് നമ്മുടെ കൂട്ടുകാർക്ക്. അപ്പം ഈ ഒരു 3 മീനുമാണ് എനിക്ക് ഡിസംബർ 4-ാം തീയതി കിട്ടിയത് കേട്ടോ. അപ്പോൾ അതുപോലെ തന്നെ ചില ആൾക്കാർ പറയുന്നതെന്ന് പറഞ്ഞാൽ മീൻ വലിച്ചിട്ട് വരുന്ന ആ കാര്യമൊന്നും ഞാൻ കാണിക്കുന്നില്ല എന്ന്. കാരണം നമ്മൾ ചൂണ്ട ആ ഹുക്ക് ചെയ്ത് ആ തീറ്റ എറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മീൻ ഏത് സമയമാണ് കിട്ടുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ 1 മണിക്കൂറായിരിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ 2 മണിക്കൂറായിരിക്കാം, ഇല്ല അതുമല്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇട്ട ഉടനെ തന്നെ കിട്ടും. അപ്പോൾ അത് കാരണം നമുക്ക് ക്യാമറയെ ഓൺ ചെയ്ത് വെച്ചിരിക്കാൻ പറ്റത്തില്ല. അതാണ് വിഷയം കേട്ടോ. പ്രത്യേകിച്ച് ഈ ഹമൂർ എന്ന് പറയുന്ന മീനെ നമുക്ക് ചൂണ്ടയിൽ കിട്ടിയ ഉടനെ തന്നെ അത് കല്ലിൻ്റെ ഇടയിലോ ഇല്ല വലയുടെ ഇടയിലൊക്കെ കയറാനായിട്ട് ശ്രമിക്കും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ആ സ്പീഡിൽ തന്നെ നമ്മൾ ആ മീനിനെ വലിച്ച് കയറ്റാനായിട്ട് നോക്കും. വേറെ വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പിടിക്കുന്ന മീൻ തന്നെ നമ്മുടെ പരിസരത്ത് നിൽക്കുന്ന പയ്യന്മാരെ കയ്യിൽ കൊടുത്തിട്ടാണ് ചിലപ്പോൾ അതിൻ്റെ ഹുക്ക് അഴിക്കുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവർ ചേട്ടാ നമ്മൾ ആ മീൻ പിടിച്ച് നമ്മളെയും കൂടെ വീഡിയോയിൽ വരട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ പയ്യന്മാർ നമ്മുടെ കയ്യിൽ നിന്ന് ആ മീൻ വാങ്ങിച്ച് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നിലാവുള്ള സമയങ്ങളിൽ വലിയ സൈസ് പാര് മീനൊക്കെ കിട്ടാനായിട്ട് ചാൻസ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഉപയോഗിച്ചത് മത്തിയാണ് കേട്ടോ. നമ്മുടെ ഇവിടെ ചാളയെന്ന് പറഞ്ഞിട്ടുള്ള മത്തിയും 8-ാം നമ്പർ ചൂണ്ട 100-ന്റെ റോളും ഇത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ മീൻ പിടിച്ചത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂട്ടുകാർ പഴയ വീഡിയോസ് ഒന്നും പറയാതിരിക്കാനാണ് ഞാൻ ആ ഡേറ്റ് സഹിതം നമ്മുടെ കൂട്ടുകാർക്ക് ഞാൻ കാണിച്ചു തന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് വെളിയിൽ നിന്നും പയ്യന്മാരൊക്കെ വന്നിട്ടുണ്ട്, അത് നമ്മുടെ ഈ വീഡിയോ കൂടെ കൊടുക്കുന്നുണ്ട്. നമ്മുടെ കൂട്ടുകാരൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ എല്ലാം ഒരു ഭാഗ്യമാണ് കേട്ടോ. മീൻ കിട്ടുമെന്ന് പറഞ്ഞ് പ്രതീക്ഷയോടുകൂടി ആരും വരരുത്. എന്നാലും ടൈം പാസ്, അതിൻ്റെ കൂടെ മീൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് കൊണ്ടുപോകാം എന്നുള്ള ഉദ്ദേശത്തിലുള്ള കൂട്ടുകാരാണെങ്കിൽ നമ്മുടെ വിഴിഞ്ഞത്തോട്ട് വരിക. നമ്മുടെ വള്ളങ്ങളൊക്കെ നമ്മുടെ ഷിപ്പൊക്കെ അടുപ്പിച്ചിരിക്കുന്നില്ല, നമ്മുടെ ഫിഷിംഗ് ഹാർബറിൻ്റെ അവിടെ ഇരുന്നിട്ടാണ് ഞാൻ മീൻ പിടിക്കുന്നത്. അപ്പോൾ ഓക്കെ എന്നാൽ എല്ലാവരും, നമ്മൾ ഫേക്കായിട്ടുള്ള വീഡിയോസ് ഒന്നും ചെയ്യാറില്ല, അതിൻ്റെ ആവശ്യമൊന്നും എനിക്കില്ല. മറ്റുള്ളവർ പിടിച്ചു കഴിഞ്ഞാൽ അത് അവർ പിടിച്ച മീൻ എന്ന് തന്നെയാണ് ഞാൻ പറഞ്ഞ് വീഡിയോ ചെയ്യുന്നത് കേട്ടോ. ആ ക്രെഡിറ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വേണ്ട. ഓക്കെ എന്നാൽ.